90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 5042 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 110 ആരോഗ്യ പ്രവർത്തകരും 13 INHS ജീവനക്കാരും. 23 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പരിശോധന വീണ്ടും കുറഞ്ഞു. ഐഫോൺ വിവാദത്തിൽ മലക്കം മറിഞ്ഞ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ. പ്രതിപക്ഷ നേതാവിന് ഫോൺ നൽകിയോ എന്നറിയില്ലെന്ന് വിജിലൻസിന് നൽകിയ മൊഴിയിൽ സന്തോഷ് ഈപ്പൻ. മൊഴി മാറ്റിയത് രമേശ് ചെന്നിത്തല വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ. ലൈഫ് മിഷൻ ഇടപാടിൽ അഴിമതിയെന്ന് CBI ഹൈക്കോടതിയിൽ. ലൈഫ് മിഷൻ CEO UV ജോസിനെ CBI ചോദ്യം ചെയ്ത് വിട്ടയച്ചു. CBI ചോദ്യം ചെയ്തത് 9 മണിക്കൂർ. ലൈഫ് മിഷനിലെ 2 ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം. കസ്റ്റംസ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ 60 ദിവസത്തിനു ശേഷം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. കേസിൽ ഇതുവരെ ജാമ്യം ലഭിച്ചത് 10 പ്രതികൾക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ NIAക്ക് മുന്നറിയിപ്പുമായി കോടതി. FIRലെ വിവരങ്ങൾക്ക് തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അനുകൂല തീരുമാനമെടുക്കേണ്ടി വരും. കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശം. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ മണി എക്സ്ചേഞ്ച് സ്ഥാപനമായ UFX സൊല്യൂഷൻസ് ഉടമയെ ചോദ്യം ചെയ്തു. അബ്ദുൾ ലത്തീഫിനെ കസ്റ്റംസ് ആണ് ചോദ്യം ചെയ്തത്. കമ്പനി ഡയറക്ടർമാരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരം പിൻവലിച്ചു. തീരുമാനം ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ. കോവിഡ് ബാധിതനെ പുഴുവരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ശത്രുതാ മനോഭാവത്തോടെ നടപടിയുണ്ടാകില്ലെന്ന് മന്ത്രി. DME റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനകം നടപടി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ ഇപ്പോൾ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. തീരുമാനം സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. CBIക്ക് അമിതാവേശമെന്ന് സർക്കാർ. ആവശ്യമായ രേഖകൾ കൈമാറിയെന്നും ഹൈക്കോടതിയിൽ വിശദീകരണം. തൃശൂർ ചിറ്റിലങ്ങാട്ട് CPIM നേതാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപ്. 3 CPIM പ്രവർത്തകർക്കും വെട്ടേറ്റു. കൃത്യത്തിൽ പങ്കെടുത്ത 4 പേരെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം. രാഷ്ട്രീയ കൊലപാതകമെന്ന് മന്ത്രി AC മൊയ്തീൻ. പിന്നിൽ സംഘപരിവാറെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊലപാതകത്തിൽ പങ്കില്ലെന്ന് BJP ജില്ലാ നേതൃത്വം. ഹത്രാസിൽ പെൺകുട്ടി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ UAPA ചുമത്തി ഉത്തർപ്രദേശ് പോലീസ്. UP സർക്കാരിനെ അപമാനിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് FIR. ഹത്രാസിൽ ജാതി കലാപത്തിന് ശ്രമിച്ചെന്നും FIRൽ പരാമർശം. രാജ്യദ്രോഹമടക്കം വകുപ്പുകൾ ചുമത്തി പുതിയ FIR രജിസ്റ്റർ ചെയ്തു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ PSC നിശ്ചയിച്ചിരുന്ന എല്ലാ അഭിമുഖങ്ങളും മാറ്റിവെച്ചു. PSC ആസ്ഥാനത്തും മേഖലാ ജില്ലാ ഓഫീസുകളിലും നടത്താനിരുന്ന അഭിമുഖങ്ങളാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് PSC. ആലപ്പുഴ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലെ 3 ജീവനക്കാർക്ക് കോവിഡ്. മറ്റു ജില്ലകളിൽ നിന്ന് അടിയന്തരമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാമ്പിളുകൾ മാത്രം അയച്ചാൽ മതിയെന്ന് നിർദ്ദേശം. ആന്റിജൻ പരിശോധനകൾ കൂടുതലായി നടത്താൻ നിർദ്ദേശം. ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും നിരീക്ഷണത്തിൽ. ഹത്രാസ് കേസ് നാളെ സുപ്രീം കോടതിയിൽ. CBI അന്വേഷണത്തിന് വിടണമെന്ന പൊതു താത്പര്യ ഹർജി പരിഗണിക്കും. വിചാരണ ഉത്തർപ്രദേശിന് പുറത്തേക്ക് മാറ്റണമെന്നും ആവശ്യം. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച്. രാജ്യത്ത് സ്കൂളുകളും കോളേജുകളും ഒക്ടോബർ 15 മുതൽ ഘട്ടം ഘട്ടമായി തുറക്കാൻ അനുമതി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂളിലേക്ക് എത്തേണ്ടതില്ല. സാമൂഹ്യ അകലം അടക്കം കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KK ഉഷ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അഭിഭാഷകയായി സർവീസ് ആരംഭിച്ച ശേഷം ജഡ്ജാവുകയും പിന്നീട് ചീഫ് ജസ്റ്റിസ് ആവുകയും ചെയ്ത ആദ്യ മലയാളി വനിതയാണ് KK ഉഷ. കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ് ട്രൈബ്യൂണൽ ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച തുടരാൻ ധാരണ. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമെന്ന് സഭാ പ്രതിനിധികൾ. സഭാ തർക്കത്തിൽ സംഘർഷം ഒഴിവാക്കണമെന്ന് ഇരുവിഭാഗങ്ങളോടും മുഖ്യമന്ത്രി. അശ്ലീല വീഡിയോ കേസിൽ പ്രതി വിജയ് P നായരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഉത്തരവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടേത്. സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാരത്തുക ഇന്ന് രാത്രി തന്നെ നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ വർഷം 2000 കോടി നഷ്ടപരിഹാര സെസ് പിരിച്ചതായും മന്ത്രി. സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായത് ഇന്നു ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ.
ലോക്ഡൌൺ കാലത്തെ വായ്പാ മൊറട്ടോറിയം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്രം മറുപടി നൽകിയില്ലെന്ന് സുപ്രീംകോടതി. വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കാൻ RBIക്കും കേന്ദ്ര സർക്കാരിനും ഒരാഴ്ചത്തെ സമയം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് കോടതി. ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഉത്തരവുകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ. സർഗഭൂമിക പരിപാടിയിൽ RLV രാമകൃഷ്ണന് അവസരം നിഷേധിച്ച സംഭവത്തിൽ കേരള സംഗീത നാടക അക്കാദമിയോട് വിശദീകരണം തേടിയതായി മന്ത്രി AK ബാലൻ. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. RLV രാമകൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി AK ബാലൻ. കോവിഡ് പ്രതിരോധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കോവിഡിനെതിരായ പോരാട്ടം 22 ദിവസത്തിനകം വിജയിക്കുമെന്ന മോദിയുടെ വാദം പൊളിഞ്ഞെന്ന് രാഹുൽ. 22 ദിവസം പിന്നിട്ടിട്ടും മാസ്ക് ധരിച്ച് മുഖം മറയ്ക്കുന്നതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ലെന്ന് വിമർശനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 66 ലക്ഷം കടന്നു. പുതുതായി 74,442 പോസിറ്റീവ് കേസുകളും 903 മരണവും. ആകെ പോസിറ്റീവ് കേസുകൾ 66,23,816. തമിഴ്നാട്ടിൽ 5,395 പേർക്ക് കൂടി കോവിഡ്. 62 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 9,846 സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിത 6,25,000 പിന്നിട്ടു. 5,572 പേർക്ക് കൂടി രോഗമുക്തി. മഹാരാഷ്ട്ര പോലീസിലെ 127 ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. ഒരു ഉദ്യോഗസ്ഥൻ കൂടി മരിച്ചു. ആകെ മരണം 251. പോലീസ് സേനയിലെ ആകെ രോഗബാധിതർ 24,150. ഹത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനെത്തിയ ആം ആദ്മി പാർട്ടി MP-ക്ക് മഷി ആക്രമണം. MP സഞ്ജയ് സിംഗിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. മഷിയൊഴിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ആക്രമണം. ഹത്രാസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈയിൽ DMK-യുടെ പ്രതിഷേധ റാലി. DMK MP കനിമൊഴിയടക്കം 150 നേതാക്കൾ കസ്റ്റഡിയിൽ. ഗവർണറുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന റാലിയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് പ്രവർത്തകർ. ഹത്രാസിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. ആഗോള സംഭവങ്ങളിൽ ശബ്ദമുയർത്തുന്ന നരേന്ദ്രമോദി ഹത്രാസ് സംഭവത്തിൽ നിശബ്ദനാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിനൊപ്പം നിശബ്ദരായിരിക്കൂ ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം കൂടി നരേന്ദ്രമോദി നൽകിയെന്നും വിമർശനം. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനവുമായി മഹാരാഷ്ട്ര BJP വൈസ് പ്രസിഡന്റ് ചിത്ര വാഗ്. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ വസ്ത്രത്തിൽ പോലീസുകാരൻ കുത്തിപ്പിടിച്ച സംഭവത്തിലായിരുന്നു വിമർശനം. ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ചിത്ര വാഗ്. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ 3 പേർ അറസ്റ്റിൽ. 5,72,000 രൂപയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ഇന്ത്യയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവന ഹത്രാസ് ബൽറാംപൂർ സംഭവങ്ങൾ പരാമർശിച്ച്. ഇത്തരം സംഭവങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരിനും പൊതുസമൂഹത്തിനും പിന്തുണയെന്നും ഐക്യരാഷ്ട്രസഭ. ഹത്രാസ് പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെന്ന പോലീസ് വാദം ദുർബലമാകുന്നു. ഫോറൻസിക് റിപ്പോർട്ടിന് ഉപയോഗിച്ചത് 11 ദിവസം പഴക്കമുള്ള സാമ്പിളുകളെന്ന് അലിഗഡ് മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ. പ്രതികരണം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ. ജമ്മുകശ്മീരിലെ പാംപോറിൽ ഭീകരാക്രമണം. വെടിവെപ്പിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. 3 ജവാന്മാർക്ക് പരുക്കേറ്റ ജവാന്മാരെ ആശുപത്രിയിലേക്ക് മാറ്റി. LGBT സെല്ലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായി NCP. മുംബൈയിൽ LGBT സെല്ലിന്റെ പ്രവർത്തനം ആരംഭിച്ചു. NCP മഹാരാഷ്ട്ര പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ, MP സുപ്രിയ സുലെ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. LGBT കമ്മ്യൂണിറ്റിക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് സുപ്രിയ സുലെ. ഉത്തർപ്രദേശിലെ മോത്തിലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെ കോവിഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 220 കിടക്കകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിവാദമായ ബാഡ് ബോയ്സ് ബില്യണേഴ്സിന്റെ 3 എപ്പിസോഡുകൾ റിലീസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ. ഡോക്യുമെന്ററി കോടികളുടെ വായ്പയെടുത്ത് വിദേശത്തേക്ക് കടന്നുകളഞ്ഞ കോടീശ്വരന്മാരെ കുറിച്ച്. ഡോക്യുമെന്ററി തടയണമെന്നാവശ്യപ്പെട്ട് മെഹുൽ ചോക്സി, സുബ്രത റോയ്, രാമലിംഗ രാജു എന്നിവർ നൽകിയ ഹർജിയെ തുടർന്ന് റിലീസ് നീട്ടിവച്ചിരിക്കുകയായിരുന്നു. CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ BJP തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്ന് കോൺഗ്രസ്. CBI മോദിയുടെയും യെദ്യൂരപ്പയുടെയും കളിപ്പാവയെന്ന് രൺദീപ് സിംഗ് സുർജേവാല. കർണാടകയിൽ DK ശിവകുമാർ, സഹോദരൻ DK സുരേഷ് എന്നിവർക്കെതിരായ CBI റെയ്ഡിനെ തുടർന്നാണ് വിമർശനം.
ലോകത്ത് കഴിഞ്ഞ മണിക്കൂറിൽ പുതുതായി 1,00,000-ലധികം പേർക്ക് കോവിഡ്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,54,90,000 പിന്നിട്ടു. രോഗം ബാധിച്ച് മരിച്ചത് 10,43,150 പേർ. 12ാമത് ബ്രിക്സ് സമ്മേളനം നവംബർ 17 നടക്കും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് സമ്മേളനം. ആഗോള സ്ഥിരത, സുരക്ഷിതത്വം, നൂതന പുരോഗതി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം 3 പേർക്ക്. ഹാർവി ജെ ആൾട്ടർ, മൈക്കൽ ഹഫ്റ്റൺ, ചാൾസ് എം റൈസ് എന്നിവർ പുരസ്കാരം പങ്കിട്ടു. പുരസ്കാരം ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടെത്തിയതിന്. കോവിഡ് ചികിത്സയിൽ കഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്വാറന്റീൻ ലംഘിച്ചെന്ന ആരോപണം. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ യാത്ര ചെയ്തു. ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം കൂട്ടാനെന്ന് വൈറ്റ് ഹൌസ്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആശുപത്രി വിട്ടേക്കുമെന്ന് സൂചന. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ 2ാം കോവിഡ് പരിശോധനാ ഫലവും നെഗറ്റീവ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബൈഡന് പരിശോധന നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതമാക്കാൻ ഒരുങ്ങി ബൈഡനും സംഘവും. ആമസോൺ സിഇഒ ജെഫ് ബെസോസിന്റെ വീട്ടിലേക്ക് ജീവനക്കാരുടെ മാർച്ച്. കോവിഡ് സ്ഥിരീകരിച്ച ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന ആവശ്യം. ജീവനക്കാരുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകി പരിസ്ഥിതി സംഘടനകൾ. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദെർ ലെയൻ സ്വയം നിരീക്ഷണത്തിൽ. തീരുമാനം കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടതിനെ തുടർന്ന്. അയർലൻഡിൽ 2ാം ഘട്ട ലോക്ഡൌൺ നിർദ്ദേശിച്ച ആരോഗ്യ വിദഗ്ധർ 4 ആഴ്ചത്തേക്ക് രാജ്യം മുഴുവൻ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം. മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ. ഗ്രീസിൽ പുതിയ ഡേറ്റാ സെന്റർ തുടങ്ങാനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. ക്ലൗഡ് സർവീസുകൾക്കായുള്ള ഹബിന്റെ പ്രവർത്തനമാണ് തുടങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഗ്രീസിന് നീക്കം ഗുണകരമായേക്കുമെന്ന് വിലയിരുത്തൽ. മെക്സിക്കോയിൽ വളർത്തുമൃഗങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥന. അന്താരാഷ്ട്ര മൃഗദിനത്തോടനുബന്ധിച്ചാണ് പ്രത്യേക പ്രാർത്ഥന നടന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദ പരിപാടിയിൽ മാറ്റമില്ല. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മൈക്ക് പെൻസും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസും തമ്മിലുള്ള സംവാദം ബുധനാഴ്ച നടക്കും. ഇരുവരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ബ്ലൂ നൈൽ നദിയിലെ ഹൈഡ്രോ പവർ ഡാമിന് മുകളിലൂടെയുള്ള വിമാന സർവീസ് റദ്ദാക്കി ഇത്യോപ്യ. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നടപടി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. തീരുമാനം ഗ്രാൻഡ് ഇത്യോപ്യൻ റിനൈസൻസ് ഡാമിനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. ബെയ്റൂട്ടിലുണ്ടായ സ്ഫോടനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നോൺ ന്യൂക്ലിയർ സ്ഫോടനമെന്ന് വിദഗ്ധർ. ഹിരോഷിമയിലുണ്ടായ ന്യൂക്ലിയർ സ്ഫോടനത്തിന്റെ 20-ൽ1 അംശമാണ് ബെയ്റൂട്ടിലുണ്ടായത്. പഠനം നടത്തിയത് ലണ്ടനിലെ ഷെഫീൽഡ് സർവകലാശാലയിലെ വിദഗ്ധർ. ആമസോൺ മഴക്കാടുകൾ കാട്ടുതീ മൂലം പുൽമൈതാനങ്ങളായി മാറുമെന്ന് പഠനം. റിപ്പോർട്ട് പുറത്തുവിട്ടത് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേർണലിൽ. പുൽമൈതാനങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ വർഷങ്ങളെടുക്കുമെന്നും വിലയിരുത്തൽ. അസർബൈജാൻ അർമീനിയ സംഘർഷം തുടരുന്നു. അർമീനിയയുമായുള്ള സമാധാന ചർച്ചയിൽ തുർക്കിയും പങ്കാളിയാകണമെന്നാവശ്യപ്പെട്ട അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ്. ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ലോകത്ത് 10-ൽ ഒരാൾക്ക് കോവിഡ് ബാധിച്ചിരിക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. ഏറ്റവും ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നതെന്ന് വിദഗ്ധ സംഘം. ലോക ജനസംഖ്യയുടെ 10% പേരെ കോവിഡ് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടാകുമെന്നും ആശങ്ക. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ്. പാകിസ്ഥാനിലെ നിയമവ്യവസ്ഥയ്ക്കെതിരെ മോശമായി സംസാരിച്ചെന്ന് കാട്ടിയാണ് കേസ്. ലണ്ടനിലായിരിക്കെ രാജ്യത്തിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന് FIR. അഫ്ഗാൻ ഗവർണറെ ലക്ഷ്യമിട്ട് താലിബാൻ നടത്തിയ ചാവേറാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 28 പേർക്ക് ഗുരുതര പരുക്ക്. ആക്രമണം ലാഗ്മാൻ പ്രവിശ്യ ഗവർണർ റഹ്മത്തുള്ള യാർമാലിന് നേരെ. ഇദ്ദേഹം പരുക്കുകളോടെ രക്ഷപ്പെട്ടു. കോവിഡ് ലോകത്തെ മാനസികാരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ ബാധിച്ചെന്ന് ലോകാരോഗ്യ സംഘടന. മേഖലയിലെ പ്രവർത്തകരുടെ ആവശ്യം ഏറി വന്നിട്ടും സഹായം ലഭ്യമാക്കാനായില്ലെന്ന് റിപ്പോർട്ട്. പുറത്തുവിട്ടത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ 130 രാജ്യങ്ങളിൽ നടത്തിയ പഠന റിപ്പോർട്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 37,120 രൂപയായി. ഗ്രാമിന് 4,460 രൂപ. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 197 റൺസ് വിജയലക്ഷ്യം. മാർക്കസ് സ്റ്റോയിനിസ് 53 റൺസും പൃഥ്വി ഷാ 42 റൺസും എടുത്തു. മറുപടി ബാറ്റ് ചെയ്യുന്ന ചാലഞ്ചേഴ്സിന് ദേവ്ദത്ത് പടിക്കലിന്റെ വിക്കറ്റ് നഷ്ടമായി.
ഇംഗ്ലീഷ് ഫോർവേഡായ ഗാരി ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈനിംഗ് പൂർത്തിയാക്കി. 32-കാരനായ താരം 1 വർഷത്തെ കരാർ ഒപ്പുവെച്ചു. ന്യൂസിലൻഡ് ക്ലബായ വെല്ലിംഗ്ടൺ ഫീനിക്സിൽ നിന്നാണ് ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗത്തിൽ അട്ടിമറി. 1-ാം സീഡ് റുമേനിയയുടെ സിമോണ ഹാലപ്പിനെ പോളണ്ട് താരം ഇഗ സ്വിയാറ്റെക് കീഴടക്കി. 5-ാം സീഡിൽ കിക്കി ബെർട്ടൻസിനെ ഇറ്റാലിയൻ താരം മാർട്ടീന ട്രെവിസൺ പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഇഗ സ്വിയാറ്റെക്കിന് ട്രെവിസനാണ് എതിരാളി. PSG മുന്നേറ്റക്കാരൻ എഡിൻസൺ കവാനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 2 വർഷത്തേക്കായിരിക്കും കരാർ. കഴിഞ്ഞ ജൂണിൽ PSG-യുമായുള്ള കരാർ അവസാനിച്ചിരുന്നു. PSG-യിൽ 200 ഗോളുകൾ നേടിയിട്ടുണ്ട് കവാനി. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 700 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 532 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 910 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം പനവൂരിൽ മദ്യലഹരിയിൽ യുവാവ് വാഹനങ്ങൾ ഇടിച്ചു നശിപ്പിച്ചു. അയൽവാസിയുടെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാർ, 3 ബൈക്കുകൾ എന്നിവയാണ് ഇടിച്ചു നശിപ്പിച്ചത്. സംഭവത്തിൽ പനവൂർ സ്വദേശി മുഹമ്മദ് റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ദേശീയപാതയിൽ പൂവൻപാറ എംസാൻഡ് കയറ്റിവന്ന ടിപ്പർ ലോറി മറിഞ്ഞു. ദിശ മാറി വന്ന ഇരുചക്ര വാഹനത്തിന് ഇടിക്കാതിരിക്കാൻ വെട്ടിയൊഴിക്കുന്നതിനിടയിലാണ് മറിഞ്ഞത്. ഇരുചക്ര യാത്രികരായ 2 പേർക്ക് പരുക്കേറ്റു. കൊല്ലം ജില്ലയിൽ ഇന്ന് 458 പേർക്ക് കോവിഡ്. 451 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 283 പേർക്ക് രോഗമുക്തി. ESI അംഗങ്ങളുടെ മക്കൾക്ക് MBBS സീറ്റ് നിഷേധിച്ചതിൽ ESI കോർപ്പറേഷൻ മുൻകൈയെടുക്കണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ. സംയുക്ത ട്രേഡ് യൂണിയൻ കൊല്ലം ജില്ലാ നേതാക്കൾ വിഷയം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി, തൊഴിൽ മന്ത്രി, ESI ഡയറക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 199 പേർക്ക് കോവിഡ്. 194 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 387 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ SNDP ശാഖാ സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാനൂർ ശാഖാ സെക്രട്ടറി സുരേഷ് കുമാറിനെയാണ് ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ്. പത്തനംതിട്ട ജില്ലയിൽ 25 പേർക്ക് കൂടി കോവിഡ്. 24 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ ഇന്ന് 196 പേർക്ക് രോഗമുക്തി. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കുട്ടിയാന പിഞ്ചു ചരിഞ്ഞു. പിൻകാലിലെ പേശികൾ ദുർബലമായതിനെ തുടർന്ന് 9 മാസമായി ചികിത്സയിലായിരുന്നു. ജന്മനാ ഇടതുകാലിന് ബലക്കുറവുള്ള ആനയാണ്. 4.5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പത്തനംതിട്ട അടൂർ താലൂക്ക് ഓൺലൈൻ അദാലത്തിലൂടെ 19 പരാതികൾക്ക് തീർപ്പായി. 38 പരാതികളിൽ നിന്നാണ് 19 പരാതികൾ തീർപ്പാക്കിയത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ സംബന്ധിച്ച പരാതികൾ കോടതിക്ക് വിട്ടു. കോട്ടയം ജില്ലയിൽ 354 പേർക്ക് കൂടി കോവിഡ്. 347 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 398 പേർക്ക് രോഗമുക്തി. അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നെൽക്കതിരുകൾ കരിയുന്നത് മൂലം കർഷകർ ആശങ്കയിൽ. കോട്ടയം കുമരകം മേഖലയിലെ പാടങ്ങളിലാണ് കതിരുകൾ കരിയുന്നത്. പ്രളയശേഷം എക്കലടിഞ്ഞതോടെയാണ് ചെടികൾ കരിഞ്ഞു തുടങ്ങിയതെന്ന് കർഷകർ. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലെ മാവേലി സ്റ്റോറിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ അതിക്രമം. തറയിലും ഷട്ടറുകളിലും വിസർജ്യം. മാവേലി സ്റ്റോറിന്റെ പ്രവർത്തനം താത്കാലികമായി നിർത്തി. ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. ഇടുക്കിയിൽ 71 പേർക്ക് കൂടി കോവിഡ്. 47 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 13 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ 61 പേർക്ക് രോഗമുക്തി. എറണാകുളം ജില്ലയിൽ 705 പേർക്ക് കോവിഡ്. 587 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 236 പേർ ഇന്ന് രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിലെ മണിയുടെ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാകുന്നു. ഇനി മുതൽ മണിയുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം വൈകിട്ട് 6 മണി വരെ ലഭ്യമാകും. ആർദ്രം മിഷന്റെ ഭാഗമായാണ് ആരോഗ്യ കേന്ദ്രം നവീകരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലം ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് നെൽകൃഷി ആരംഭിച്ചു. കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി. കളപ്പുരയ്ക്കൽ പാടത്ത് ആന്റണി ജോൺ MLA വിത്ത് വിതച്ച് കൃഷി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ 425 പേർക്ക് കൂടി കോവിഡ്. 422 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 285 പേർക്ക് രോഗമുക്തി. തൃശൂർ കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ കടലേറ്റം തടയാൻ തുറമുഖ വകുപ്പ്. അഴീക്കോട് അഴിമുഖത്ത് പുലിമുട്ടുകൾക്ക് നീളം കൂട്ടാൻ തീരുമാനം. നിലവിൽ 625 മീറ്റർ നീളമുള്ള പുലിമുട്ട് 130 മീറ്റർ കൂടി നീട്ടും. 10.57 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. പാലക്കാട് ജില്ലയിൽ ഇന്ന് 281 പേർക്ക് കോവിഡ്. സമ്പർക്കത്തിലൂടെ 187 പേർക്ക് കോവിഡ്. പുതുതായി 327 പേർ രോഗമുക്തി നേടിയതായി അധികൃതർ.
പാലക്കാട് ജില്ലയിൽ KSEBയുടെ മണ്ണാർക്കാട് വൈദ്യുതി ഭവന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി അധ്യക്ഷനായി. പാലക്കാട് നഗരസഭ ഓഫീസ് അടച്ചു. നടപടി ഓഫീസിലെ 2 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എല്ലാ ജീവനക്കാർക്കും കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. പരിസ്ഥിതി മാഗസിൻ നേച്ചറിന്റെ മികച്ച യുവശാസ്ത്രജ്ഞനുള്ള പുരസ്കാരം പാലക്കാട് സ്വദേശിക്ക്. ഒലവക്കോട് സ്വദേശി രോഹിത് ബാലകൃഷ്ണനാണ് പുരസ്കാരത്തിന് അർഹനായത്. ശാന്തസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കേന്ദ്രീകരിച്ച് നടത്തിയ ഗവേഷണത്തിനാണ് അവാർഡ്. മലപ്പുറം ജില്ലയിൽ 606 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ 545 പേർക്ക് രോഗം, 757 പേർക്ക് രോഗമുക്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാരെ മലപ്പുറം എറവക്കാട് ഗ്ലോബൽ KMCC ആദരിച്ചു. ചടങ്ങിൽ തൃത്താല മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CM അലി മാസ്റ്റർ, സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി VK കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. പിടികൂടിയത് 77 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. കേസിൽ ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി മാളിയേക്കൽ സക്കീർ പിടിയിൽ. എമർജൻസി ലാമ്പിനകത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. കോഴിക്കോട് 641 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഉറവിടം വ്യക്തമല്ലാത്ത 36 കേസുകൾ. 584 പേർക്ക് സമ്പർക്കം വഴി രോഗം. കോഴിക്കോട് ആയുർവേദ ആശുപത്രി നിർമ്മിക്കുന്നതിനായി 6 സെന്റ് സ്ഥലം വിട്ടു നൽകി പിഷാരികാവ് പാരമ്പര്യ ട്രസ്റ്റി അംഗം അയലാട് തപ്പു നായർ. താമസ സ്ഥലത്തോട് ചേർന്നുള്ള 6 സെന്റ് സ്ഥലം വിട്ടു നൽകി. ഭൂമിയുടെ ആധാരം മന്ത്രി TP രാമകൃഷ്ണൻ വീട്ടിലെത്തി ഏറ്റുവാങ്ങി. വയനാട് ജില്ലയിൽ 31 പേർക്ക് കൂടി കോവിഡ്. 26 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 90 പേർക്ക് രോഗമുക്തി. പയ്യമ്പള്ളി ചാലിഗദ്ദയിൽ 1/2 ഏക്കർ നെൽകൃഷി കാട്ടാന നശിപ്പിച്ചു. അനീഷ് ജോസഫിന്റെ 1/2 ഏക്കർ നെൽകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രദേശത്തെ കാട്ടാന ശല്യം തടയുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ. കണ്ണൂർ ജില്ലയിൽ 339 പേർക്ക് കൂടി കോവിഡ്. 278 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ 127 പേർ കൂടി രോഗമുക്തി നേടി. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 207 പേർക്ക് കൂടി കോവിഡ്. 189 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 8094 പേർ ഇതുവരെ ജില്ലയിൽ കോവിഡ് നെഗറ്റീവായി. കാസർഗോഡ് ജില്ലയിൽ KSEB ഭീമനടി സെക്ഷൻ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLA ഭീമനടി സെക്ഷൻ ഓഫീസിൽ ഭദ്രദീപം കൊളുത്തി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനം. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ 6 വരെയാക്കും. ഹോട്ടലുകളിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം പാഴ്സൽ മാത്രം നൽകാൻ അനുമതി. തീരുമാനം കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ. ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നെൽവയലിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം. സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് പ്രചാരണം. എന്നാൽ യഥാർത്ഥത്തിൽ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്നും കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവെന്നും പോലീസ് സ്ഥിരീകരണം. ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനങ്ങൾ ചൈന വെടിവെച്ച് വീഴ്ത്തിയെന്ന് വ്യാജ ട്വീറ്റ്. ചൈനീസ് സേനയുടെ ആക്രമണം ടിബറ്റൻ പ്രദേശത്ത് വെച്ചെന്നും വ്യാജ പ്രചാരണം. ട്വീറ്റ് പ്രചരിക്കുന്നത് ചൈനീസ് അക്കൌണ്ടിൽ നിന്ന്. വാർത്ത വ്യാജമെന്ന് സ്ഥിരീകരിച്ച പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഹത്രാസിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രമെന്ന രീതിയിൽ വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥയുമായി ക്രിസ്റ്റിയം തോമസ്. ഹത്രാസിൽ നിന്നും വരുന്ന വാർത്തകൾ സാധാരണ മനുഷ്യരുടെയൊക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതാണ്. ക്രൂരതയുടെ അങ്ങേയറ്റം. പക്ഷേ ഹത്രാസ് സംഭവത്തെ കൂട്ടിക്കെട്ടി വ്യാജവാർത്ത ചമയ്ക്കുന്നവർ ചെയ്യുന്നത് അതിക്രൂരതയുണർത്തിയ ഭയത്തെ തീവ്രമാക്കുകയാണ്. വ്യാജവാർത്തയും അതിന്റെ യാഥാർത്ഥ്യവും പരിശോധിക്കാം. തെറ്റായ ചിത്രവും ഹാഷ്ടാഗും ഉപയോഗിച്ച് നടക്കുന്ന വ്യാജ പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. യോഗിയുടെ UPയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി മരിച്ച 19-കാരി എന്ന് തുടങ്ങുന്നു കുറിപ്പ്. ഇത്രയും നിഷ്കളങ്കമായ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയോർത്ത് എന്റെ ഹൃദയം നുറുങ്ങുന്നു. ഈ ദുരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇനിയും നമ്മൾ ഏറെ മാറാനുണ്ട്. ഇതാണ് പ്രചരിക്കുന്ന മറ്റൊരു പോസ്റ്റ്. ജനഭാരത് ടൈംസ്, തെലുങ്കു സർക്കിൾസ്, ഭാരത് ഹെഡ്ലൈൻസ്, പബ്ലിസിറ്റി റെക്കോർഡർ തുടങ്ങിയ വെബ്സൈറ്റുകളിലും ഇതേ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിച്ചപ്പോൾ ചിത്രം വ്യാജമെന്ന് ബോധ്യമായി. 2018 ജൂലൈയിൽ ഛത്തീസ്ഗഡിൽ മരിച്ച മനീഷ യാദവ് എന്ന പെൺകുട്ടിയുടേതാണ് ചിത്രമെന്ന് വ്യക്തമായി. ചികിത്സാ പിഴവ് മൂലമാണ് 2 വർഷം മുൻപ് ഈ പെൺകുട്ടി മരിച്ചത്. ചിത്രം വ്യാജമായി പ്രചരിപ്പിച്ചതിന് മനീഷയുടെ പിതാവ് മോഹൻലാൽ യാദവ് ഛത്തീസ്ഗഡ് പോലീസിൽ പരാതി നൽകി. ഹത്രാസ് സംഭവം രാജ്യത്ത് ഹൃദയമുള്ളവരെയൊക്കെ ഒരു മുദ്രാവാക്യത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണിപ്പോൾ. അത് പെൺകുട്ടിക്ക് നീതി വേണം എന്നത് മാത്രമാണ്.
എന്നാൽ തെറ്റായ ചിത്രവും പേരും ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തിയേക്കും. ഇപ്പോൾ കിട്ടിയത് കർണാടകയിൽ 7051 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 84 മരണം. 7064 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,47,712 ശമ്പളം പിടിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നു. തീരുമാനം GST നഷ്ടപരിഹാരവും കുടിശ്ശികയും ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് പിന്നാലെ. അന്തിമ തീരുമാനം അടുത്ത GST യോഗത്തിന് ശേഷം. 7000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ സംസ്ഥാനത്തിന് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് കണക്കുകൂട്ടൽ. ഐഫോൺ വിവാദത്തിൽ സ്വപ്ന സുരേഷിനെ പഴിചാരി യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ. എല്ലാം അറിയാവുന്നത് സ്വപ്ന സുരേഷിനെന്ന് സന്തോഷ് ഈപ്പൻ വിജിലൻസിനോട്. ഐഫോൺ രമേശ് ചെന്നിത്തലയുടെ PAക്ക് കൈമാറിയെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. വാങ്ങിയ 6 ഐഫോണുകളിൽ ഒരെണ്ണം താൻ സ്വന്തമാക്കിയെന്നും സന്തോഷ് ഈപ്പൻ വിജിലൻസിന് മൊഴി നൽകി. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.